ഗുഡ് മോർണിംഗ്. ഈ വീഡിയോയിൽ സെഡ് ട്രാൻസ്ഫോമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ എൽ ടി ഐ സിസ്റ്റം ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഡിഫറൻസ് ഇക്വേഷൻ y of n equal to a into y of n minus 1 plus b x of n. Find transfer function of the system and impulse response of the system. അപ്പോൾ ഒരു എൽ ടി ഐ സിസ്റ്റം തന്നിട്ടുണ്ട്. സിസ്റ്റം റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിഫറൻസ് ഇക്വേഷൻ, ഒരു ഡിഫറൻസ് ഇക്വേഷൻ്റെ ഫോമിലാണ് ആ സിസ്റ്റം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈ ഓഫ് എൻ ഈക്വൽ ടു എ ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1 പ്ലസ് ബി എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത്. അതിൽ ഫൈൻഡ് ട്രാൻസ്ഫർ ഫങ്ഷൻ ഓഫ് ദ സിസ്റ്റം ആൻഡ് ഇമ്പൾസ് റെസ്പോൺസ്. ട്രാൻസ്ഫർ ഫങ്ഷനും ഇമ്പൾസ് റെസ്പോൺസുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. വൈ ഓഫ് എൻ ഈക്വൽ ടു എ ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1 പ്ലസ് ബി ഇൻറ്റു എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഡിഫറൻസ് ഇക്വേഷനാണ് സിസ്റ്റത്തിൻ്റെ. അപ്പം ഇതിലേക്ക് നമുക്ക് സെഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. സെഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് ഡയറക്റ്റ് സെഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. ഈ ഒരു ടേമിൻ്റെ അകത്ത് സ്കെയിലിംഗ് വരുന്നുണ്ട്. എ എന്ന് പറയുന്ന ടേം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, സ്കെയിലിംഗ് വരുന്നുണ്ട്. ദെൻ വൈ ഓഫ് എൻ മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ ഷിഫ്റ്റിങ്ങും വരുന്നുണ്ട്. പിന്നെ ഇവിടെ സ്കെയിലിംഗ് മാത്രമേ വരുന്നുള്ളൂ. നമുക്കിതിലേക്ക് സെഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് നോക്കാം. വൈ ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ വൈ ഓഫ് സെഡ് ഈക്വൽ ടു എ ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1. സ്കെയിലിംഗ് ചെയ്യുമ്പോൾ അത് നമുക്ക് സെഡ് ട്രാൻസ്ഫോമിൽ അത് തന്നെ ചെയ്യാം. വൈ ഓഫ് എൻ മൈനസ് 1 അവിടെ ഷിഫ്റ്റിംഗ് ആണ് നടന്നിട്ടുള്ളത്. ഷിഫ്റ്റിംഗ് വരുന്ന കേസിൽ നമ്മൾ സെഡ് റേസ് ടു മൈനസ് 1, ഇവിടെ n 1 ആണ്. സോ സെഡ് റേസ് ടു മൈനസ് എന്നിൽ n 1 കൊടുക്കുക. സെഡ് റേസ് ടു മൈനസ് 1 ഇൻറ്റു വൈ ഓഫ് സെഡ് പ്ലസ് ബി ഇൻറ്റു എക്സ് ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോമാണ് എക്സ് ഓഫ് സെഡ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെഡ് ട്രാൻസ്ഫോം എടുക്കുന്നത് ഒരു ഡിഫറൻസ് ഇക്വേഷൻ്റെ. ഇങ്ങനെ നമ്മൾ ഡിഫറൻസ് ഇക്വേഷൻ്റെ സെഡ് ട്രാൻസ്ഫോം എടുത്ത് നമുക്ക് വൈ ഓഫ് സെഡ് ഈക്വൽ ടു എ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് 1 വൈ ഓഫ് സെഡ് ഈക്വൽ ടു ബി പ്ലസ് ബി എക്സ് ഓഫ് സെഡ് എന്ന് കിട്ടി. ഇനി ഈ ടേമിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പം വൈ ഓഫ് സെഡ് മൈനസ് എ സെഡ് ഇൻവേഴ്സ് വൈ ഓഫ് സെഡ് ഈക്വൽ ടു ബി എക്സ് ഓഫ് സെഡ് എന്ന് കിട്ടി. ഇനി ഇതിൽ ലെഫ്റ്റ് സൈഡിൽ വൈ ഓഫ് സെഡ് ടേംസും റൈറ്റ് സൈഡിൽ എക്സ് ഓഫ് സെഡ് ടേംസുമാണ്. അപ്പോൾ അതിൽ നമുക്ക് വൈ ഓഫ് സെഡ് ടേംസിനെ ലെഫ്റ്റ് സൈഡിൽ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും, 1 മൈനസ് എ സെഡ് റേസ് ടു മൈനസ് 1 വൈ ഓഫ് സെഡ് ഈക്വൽ ടു ബി ഇൻറ്റു എക്സ് ഓഫ് സെഡ്. ഇനി വൈ ഓഫ് സെഡ് ബൈ എക്സ് ഓഫ് സെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം, ബി ബൈ 1 മൈനസ് എ സെഡ് ഇൻവേഴ്സ് എന്ന് എഴുതാം, സെഡ് റേസ് ടു മൈനസ് 1. അപ്പം വൈ ഓഫ് സെഡ് ബൈ എക്സ് ഓഫ് സെഡ് എന്ന് പറയുന്ന ടേമാണ് എച്ച് ഓഫ് സെഡ്, അല്ലെങ്കിൽ സിസ്റ്റം ട്രാൻസ്ഫർ ഫങ്ഷൻ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫങ്ഷൻ കണ്ടുപിടിക്കാനാണ്. ആ സിസ്റ്റത്തിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് സെഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തു, എന്നിട്ട് അതിൻ്റെ ട്രാൻസ്ഫർ ഫങ്ഷൻ കണ്ടുപിടിക്കുക. ട്രാൻസ്ഫർ ഫങ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വൈ ഓഫ് സെഡ് ബൈ എക്സ് ഓഫ് സെഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടി, ട്രാൻസ്ഫർ ഫങ്ഷൻ കിട്ടി. അപ്പോൾ ട്രാൻസ്ഫർ ഫങ്ഷനാണ് ബി ബൈ 1 മൈനസ് എ സെഡ് ഇൻവേഴ്സ്. ഇനി അതിൻ്റെ കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഒരു കാര്യം കൂടിയാണ് ഇമ്പൾസ് റെസ്പോൺസ്. ഇമ്പൾസ് റെസ്പോൺസ് എന്താണ്, എച്ച് ഓഫ് എൻ ഈക്വൽ ടു സെഡ് ഇൻവേഴ്സ് ഓഫ് എച്ച് ഓഫ് സെഡ്. അപ്പം എച്ച് ഓഫ് സെഡ് എന്ന് പറയുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും, ഇമ്പൾസ് റെസ്പോൺസ് കിട്ടും. അപ്പോൾ എച്ച് ഓഫ് എൻ ഈക്വൽ ടു സെഡ് ഇൻവേഴ്സ് ഓഫ് എച്ച് ഓഫ് സെഡ്. സെഡ് ഇൻവേഴ്സ് ഓഫ് എച്ച് ഓഫ് സെഡ് നമുക്കിവിടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് അങ്ങ് ചെയ്യാം. അപ്പോൾ നോക്കിയേ, നമ്മളിവിടെ സെഡ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ 1 മൈനസ് എ സെഡ് ഇൻവേഴ്സ്, നമ്മുടെ എച്ച് ഓഫ് സെഡ് എന്ന് പറയുന്ന ടേമാണ് ബി ബൈ 1 മൈനസ് എ സെഡ് ഇൻവേഴ്സ്. അപ്പോൾ സെഡ് ഇൻവേഴ്സ് ഓഫ് ബി ബൈ 1 മൈനസ് എ സെഡ് ഇൻവേഴ്സ്, അതിൽ ബി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ നമ്മളതിനെ പുറത്തേക്ക് എടുത്തു. അപ്പം ബി ഇൻറ്റു സെഡ് ഇൻവേഴ്സ് ഓഫ് 1 ബൈ 1 മൈനസ് എ സെഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. അതിൽ 1 ബൈ 1 മൈനസ് എ സെഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എ റേസ് ടു എൻ യു ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോമാണ് 1 ബൈ 1 മൈനസ് എ സെഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം 1 ബൈ 1 മൈനസ് എ സെഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതിൻ്റെ സെഡ് ട്രാൻസ്ഫോമാണ്, എ റേസ് ടു എൻ യു ഓഫ് എൻ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം, ബി ഇൻറ്റു
ഇതിൽ നമ്മൾ ഇൻവേഴ്സ് എടുക്കുന്നത് ഇത്രയും ടേംസ് സെഡ് ഇൻവേഴ്സ് ഓഫ് 1/1 മൈനസ് എ സെഡ് ഇൻവേഴ്സ് 1/1 മൈനസ് എ സെഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ റേസ് ടു എൻ യു ഓഫ് എന്നിൻ്റെ സെഡ് ട്രാൻസ്ഫോം ആണ്. സോ നമ്മുടെ ആൻസർ എന്താണ്? എച്ച് ഓഫ് എൻ ഈക്വൽ ടു ബി ഇൻറ്റു എ റേസ് ടു എൻ യു ഓഫ് എൻ. അപ്പം നമ്മളിവിടെ ചെയ്തത് ഒരു സിസ്റ്റത്തിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനും ഇമ്പൾസ് റെസ്പോൺസും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ സെഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തു. സെഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തിട്ട് വൈ ഓഫ് സെഡിനും എക്സ് ഓഫ് സെഡിനും ഗ്രൂപ്പ് ചെയ്തു. എച്ച് ഓഫ് സെഡ് കണ്ടുപിടിച്ചു. എച്ച് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ വൈ ഓഫ് സെഡ് ബൈ എക്സ് ഓഫ് സെഡ്. അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എച്ച് ഓഫ് സെഡിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തും കൂടെ കിട്ടും? ഇമ്പൾസ് റെസ്പോൺസ് കിട്ടും. ഇതാണ് നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന് എങ്ങനെ സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷനും ഇമ്പൾസ് റെസ്പോൺസും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തത്. നെക്സ്റ്റ് വൺ നോക്കാം. ഡിറ്റർമൈൻ ദ സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആൻഡ് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ ഫോർ ദ സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ ദ സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് ഇക്വേഷൻ. ഇവിടെ സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് ഇക്വേഷനാണ്, കുറച്ചും കൂടെ വലുതാണ്. സെക്കൻഡ് ഓർഡർ ഡിഫറൻസ് ഇക്വേഷനാണ്. അപ്പോൾ ഡിഫറൻസ് ഇക്വേഷൻ തന്നിട്ടുണ്ട് വൈ ഓഫ് എൻ മൈനസ് 4y ഓഫ് എൻ മൈനസ് 1 പ്ലസ് 4y ഓഫ് എൻ മൈനസ് 2 ഈക്വൽ ടു എക്സ് ഓഫ് എൻ മൈനസ് 1. നേരത്തെ പോലെ തന്നെ സ്കെയിലിംഗ് ഉണ്ട്, ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. ഇവിടെയും സ്കെയിലിങ്ങും ഷിഫ്റ്റിങ്ങും വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? സെഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണം. സെഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ വൈ ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോം എന്താണ്? വൈ ഓഫ് സെഡ് മൈനസ് 4y ഓഫ് എൻ മൈനസ് 1 നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? മൈനസ് 4 ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ സെഡ് റേസ് ടു മൈനസ് 1 ഇൻറ്റു വൈ ഓഫ് സെഡ് പ്ലസ് 4 ഇൻറ്റു വൈ ഓഫ് എൻ മൈനസ് 2 എന്ന് പറയുമ്പോൾ സെഡ് റേസ് ടു മൈനസ് 2 ഇൻറ്റു വൈ ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് റേസ് ടു മൈനസ് 1 ഇൻറ്റു എക്സ് ഓഫ് സെഡ്. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? എക്സ് ഓഫ് എൻ മൈനസ് എൻ 0 ആണെങ്കിൽ നമുക്കതിൻ്റെ സെഡ് ട്രാൻസ്ഫോം എങ്ങനെ എഴുതാം? സെഡ് റേസ് ടു മൈനസ് എൻ 0 എക്സ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ് എഴുതാം. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ചെയ്ത് സെഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തു. സെഡ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അടുത്ത എന്താ ചെയ്യുക? വൈ ഓഫ് സെഡിനെയും എക്സ് ഓഫ് സെഡിനെയും ഗ്രൂപ്പ് ചെയ്യും. അപ്പോൾ വൈ ഓഫ് സെഡ് ആണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. അപ്പോൾ 1 മൈനസ് 4z ഇൻവേഴ്സ് പ്ലസ് 4z റേസ് ടു മൈനസ് 2 ഈക്വൽ ടു z ഇൻവേഴ്സ് ഓഫ് എക്സ് ഓഫ് സെഡ്. സെഡ് റേസ് ടു മൈനസ് 1 ഓഫ് എക്സ് ഓഫ് സെഡ് എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? എക്സ് ഓഫ് സെഡിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. ഈ ഒരു ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് എന്ത് കിട്ടും? വൈ ഓഫ് സെഡ് ബൈ എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് റേസ് ടു മൈനസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് 4z റേസ് ടു മൈനസ് 1 പ്ലസ് 4z റേസ് ടു മൈനസ് 2 എന്ന് കിട്ടും. നോക്കാം എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കണമെന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. വൈ ഓഫ് സെഡ് ബൈ എക്സ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് റേസ് ടു മൈനസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് 4z റേസ് ടു മൈനസ് 1 പ്ലസ് 4z റേസ് ടു മൈനസ് 2. നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു വൈ ഓഫ് സെഡ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് സെഡ്. എങ്ങനെ എഴുതാം? സെഡ് റേസ് ടു മൈനസ് 1 ബൈ 1 മൈനസ് 4z റേസ് ടു മൈനസ് 1 പ്ലസ് 4z റേസ് ടു മൈനസ് 2. ഇതിന് നമ്മൾ ഒന്ന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ സെഡ് റേസ് ടു മൈനസ് 2 എന്ന് പറയുന്ന ടേം പുറത്തേക്ക് എടുത്തു. ഡിനോമിനേറ്ററിൽ നിന്ന് സെഡ് റേസ് ടു മൈനസ് 2 പുറത്തേക്ക് എടുത്തു. നോക്കാം നമുക്കിവിടെ സെപ്പറേറ്റ് 1 മൈനസ് 4 സെഡ് റേസ് ടു മൈനസ് 1 പ്ലസ് 4 സെഡ് റേസ് ടു മൈനസ് 2. അതിൽ സെഡ് റേസ് ടു മൈനസ് 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ടേമിൽ പിന്നെ എന്താ ഉണ്ടാവുക? സെഡ് സ്ക്വയർ അല്ലേ ഉണ്ടാവുക. അപ്പോഴല്ലേ 1 വരിക. മൈനസ് 4 ഇൻറ്റു ഈ ടേമിൽ നിന്ന് സെഡ് റേസ് ടു മൈനസ് 2 പുറത്തേക്ക് എടുത്താൽ അവിടെ എന്തുണ്ടാവും? സെഡ് ഉണ്ടാവും. പ്ലസ് 4z റേസ് ടു മൈനസ് 2 എന്ന് പുറത്തേക്ക് എടുത്താൽ അവിടെ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. ഓക്കെ അല്ലേ? അതല്ലേ ഇവിടെ വരുന്നത് സെഡ് സ്ക്വയർ മൈനസ് 4z പ്ലസ് 4. ഓക്കെ. ഇനി സെഡ് റേസ് ടു മൈനസ് 1ഉം സെഡ് റേസ് ടു മൈനസ് 2ഉം സെഡ് റേസ് ടു മൈനസ് 1 ഡിവൈഡ് ബൈ സെഡ് റേസ് ടു മൈനസ് 2 ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് ഒരു സെഡ് റേസ് ടു മൈനസ് 1ഉം ഇവിടുന്ന് ഒരു സെഡ് റേസ് ടു മൈനസ് 1ഉം പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും? 1 ബൈ സെഡ് റേസ് ടു മൈനസ് 1. സെഡ് റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ അതെന്താണത്? സെഡ് അല്ലേ വരിക? സെഡ്. അപ്പം സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ്. ഇതിന് നമുക്ക് സെഡ് മൈനസ് 2 ഹോൾ സ്ക്വയറിന് എഴുതിക്കൂടെ? z മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? a മൈനസ് ബി ഹോൾ സ്ക്വയർ. a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ z സ്ക്വയർ മൈനസ് 2z പ്ലസ് 4 അല്ലേ വരിക. അപ്പം z സ്ക്വയർ മൈനസ്
2 ഇൻറ്റു 2 4z. അപ്പം z² മൈനസ് 4z പ്ലസ് 4 കിട്ടി. z-2 ഹോൾ സ്ക്വയറിന്. അപ്പം z/z-2 ഹോൾ സ്ക്വയറിന് എഴുതാം. ഇനി നമുക്കിതിനെ ഇൻറ്റു 2ഉം ബൈ 2ഉം ചെയ്യാം. അതെന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രോപ്പർട്ടി കൊണ്ടുവരാൻ പറ്റുമോ നോക്കാനാണ്. അപ്പോൾ 1/2 ബൈ 2 ചെയ്തു, ഇൻറ്റു 2 ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1/2 ഇൻറ്റു 2z/z-2 ഹോൾ സ്ക്വയറിന്. ഇനി അതിൽ 1/2 നമുക്കൊന്ന് മാറ്റി നിർത്താം. ഇപ്പോൾ z ഇൻവേഴ്സ് ഓഫ് h ഓഫ് z. അപ്പം നമുക്കിനി അടുത്ത് h ഓഫ് z ആണ് ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തത്. അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുമ്പം h ഓഫ് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ z ഇൻവേഴ്സ് ഓഫ് h ഓഫ് z ആണല്ലോ. അപ്പം z ഇൻവേഴ്സ് ഓഫ് 1/2 ഇൻറ്റു 2z/z-2 ഹോൾ സ്ക്വയർ. അതെങ്ങനെ ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കിയേ, നമ്മുടെ കയ്യിൽ u ഓഫ് എൻ്റെ z ട്രാൻസ്ഫോമാണ് z/z-1 ഓർ 1/1 മൈനസ് z ഇൻവേഴ്സ്. a റേസ് ടു n u ഓഫ് എൻ്റെ z ട്രാൻസ്ഫോമാണ് z/z-a ഓർ 1/1 മൈനസ് a z ഇൻവേഴ്സ്. രണ്ട് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി നമ്മൾ ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിരുന്നു. ഡിഫറൻഷിയേഷൻ പ്രോപ്പർട്ടി എന്ന് പറയുമ്പം n ഇൻറ്റു a റേസ് ടു n u ഓഫ് n. അതിൻ്റെ z ട്രാൻസ്ഫോം എന്ന് പറയുമ്പം z റേസ് ടു -1 d/dz റേസ് ടു -1 ഓഫ് ഏതിൻ്റെ a റേസ് ടു n u ഓഫ് n എന്താണ് 1/1 മൈനസ് a z ഇൻവേഴ്സ് അല്ലേ. അപ്പോൾ n എന്ന് പറയുമ്പോൾ അവിടെ ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ 1/1 മൈനസ് a z റേസ് ടു -1 വിത്ത് റെസ്പെക്ട് ടു z റേസ് ടു -1 അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, z റേസ് ടു -1 ഇൻറ്റു ബ്രാക്കറ്റ് തുറക്കുക 1 മൈനസ് a z റേസ് ടു -1 ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് 1 എന്താണ് 0. അപ്പം നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. d/dz റേസ് ടു -1 ഓഫ് 1/1 മൈനസ് a z റേസ് ടു -1. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്, d/dz ഓഫ് u/v എന്ന് പറയുന്ന ഫോമിലല്ലേ. അപ്പോൾ v ഇൻറ്റു du/dz മൈനസ് u ഇൻറ്റു dv/dz ബൈ v സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പഠിച്ച ഡിഫറൻസിയേഷൻ തന്നെ. അപ്പം നമുക്കിവിടെ 1 മൈനസ് a z ഇൻ റേസ് ടു -1 ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് 1 എന്താണ് 0 മൈനസ് 1 ഇൻറ്റു d/dz റേസ് ടു -1 ഓഫ് 1 മൈനസ് a z റേസ് ടു -1. അത് എന്ത് കിട്ടും, ഇവിടെ മൈനസ് a അല്ലേ വരിക, മൈനസ് a z റേസ് ടു -1 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് a അല്ലേ കിട്ടുക, ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് a z റേസ് ടു -1 ഹോൾ സ്ക്വയർ. ഈ ടേം എന്താവും 0 ആയിപ്പോൾ. പിന്നെ ഏതേ ഉണ്ടാവുന്നുള്ളൂ, -1 ഇൻറ്റു മൈനസ് a ഡിവൈഡ് ബൈ 1 മൈനസ് a z റേസ് ടു -1 ഹോൾ സ്ക്വയർ. ഇവിടെ ഇതല്ലേ കിട്ടുന്നത്. ഇതിന് നമ്മൾ എങ്ങനെ എഴുതി, z റേസ് ടു -1 ഇൻറ്റു a ബൈ 1 മൈനസ് a z റേസ് ടു -1 ഹോൾ സ്ക്വയറിനെ അറേഞ്ച് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം, z മൈനസ് a ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ z സ്ക്വയർ. ആ z സ്ക്വയർ എങ്ങോട്ടേക്ക് വരും, മുകളിലേക്ക് വരും. അപ്പോൾ നമുക്കതിനെങ്ങനെ കിട്ടും, a z ബൈ ഇവിടെ 1/z അല്ലേ. ഒന്നും കൂടെ ഇത് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. z റേസ് ടു -1 ഇൻറ്റു -1 ഇൻറ്റു മൈനസ് a എന്ന് പറയുമ്പം a ഡിവൈഡഡ് ബൈ 1 മൈനസ് a z റേസ് ടു -1 ഹോൾ സ്ക്വയർ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, 1/z എന്ന് വെച്ചാൽ a ബൈ z ഇൻറ്റു ഇതിന് നമുക്ക് ഇവിടെ 1 മൈനസ് a ബൈ z ഹോൾ സ്ക്വയർ അല്ലേ. ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ, a ബൈ z ഇൻറ്റു ഇതിങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ z മൈനസ് a ബൈ z ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഈ z സ്ക്വയർ മുകളിലേക്ക് പോകില്ലേ, a z സ്ക്വയർ ഡിവൈഡ് ബൈ z ഇൻറ്റു z മൈനസ് a ഹോൾ സ്ക്വയറിന് എഴുതിക്കൂടെ. ഈ z സ്ക്വയറിന് ഇവിടെ ഒരു z ഒരു ക്യാൻസൽ ആകുമ്പോൾ എന്ത് കിട്ടും, a z ഡിവൈഡഡ് ബൈ z മൈനസ് a ഹോൾ സ്ക്വയറിന് കിട്ടില്ലേ. അതിൽ നമ്മുടെ ആൻസർ. അപ്പം a z ബൈ z മൈനസ് a ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ എന്താ കിട്ടുക, n ഇൻറ്റു a റേസ് ടു n u ഓഫ് n. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്താണ്, z ഇൻവേഴ്സ് ഓഫ് 2z ബൈ z മൈനസ് 2 ഹോൾ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എക്ക് പകരം എന്താണ് വരുന്നത്,
ടു അല്ലേ. സോ നമ്മളിവിടെ എക്ക് പകരം 2 അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? n ഇൻറ്റു 2 റേസ് ടു n u ഓഫ് n. അപ്പം നമുക്ക് z ഇൻവേഴ്സ് ഓഫ് 1/2 2 ഇൻറ്റു 2z/z-2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണത്? ഈ 1/2 കോൺസ്റ്റൻ്റ് അല്ലേ, അത് നമുക്ക് ഇങ്ങോട്ടേക്ക് എടുത്തെഴുതാം. ഇൻറ്റു 2z/z-2 ഹോൾ സ്ക്വയറിൻ്റെ z ഇൻവേഴ്സ് എന്താണ്? n ഇൻറ്റു 2 റേസ് ടു n u ഓഫ് n. ഇനി 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻവേഴ്സ് ഇൻറ്റു n ഇൻറ്റു 2 റേസ് ടു n u ഓഫ് n. ഇത് നമുക്ക് എങ്ങനെ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. h ഓഫ് n ഈക്വൽ ടു n ഇൻറ്റു 2 റേസ് ടു n ഇൻറ്റു 2 റേസ് ടു -1 എന്താണ്? 2 റേസ് ടു n -1. സോ h ഓഫ് n ഈക്വൽ ടു n ഇൻറ്റു 2 റേസ് ടു n -1 u ഓഫ് n ഫോർ ഓൾ n. ഏത് എൻ്റെ വാല്യൂസ് എടുത്താലും h ഓഫ് n എന്താണ്? n ഇൻറ്റു 2 റേസ് ടു n -1 u ഓഫ് n. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തത് സെക്കൻഡ് പ്രോബ്ലത്തിൻ്റെ അകത്ത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനും ഇമ്പൾസ് റെസ്പോൺസും കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് z ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തു. z ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിന് എന്തെടുത്തു? y ഓഫ് സെറ്റും എക്സ് ഓഫ് സെറ്റും ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞ് h ഓഫ് സെറ്റ് ഈക്വൽ ടു y ഓഫ് സെറ്റ് ബൈ എക്സ് ഓഫ് സെറ്റ് എടുത്തു കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടി? സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി. അതിൽ നിന്ന് ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കാൻ h ഓഫ് n ആണ് ഇമ്പൾസ് റെസ്പോൺസ്. h ഓഫ് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻവേഴ്സ് ഓഫ് h ഓഫ് സെറ്റ്. h ഓഫ് സെറ്റിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് നമുക്ക് എന്ത് കിട്ടും? h ഓഫ് n കിട്ടും. ആ h ഓഫ് n ആണ് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. ഇങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷനും ഇമ്പൾസ് റെസ്പോൺസും കണ്ടുപിടിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.